പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, സ്നേഹാഗ്നിജ്വാലയായി പടരണമേ. വി റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ സ്വീകരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കൃപാവരങ്ങൾ എന്ന് പറയുന്ന സകല കാര്യങ്ങളും. സോ പരിശുദ്ധാത്മാവാണ് വരം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അങ്ങനെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അവൻ അന്യഭാഷയെ അല്ല നൽകുന്നത്, അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ 14-ാം അധ്യായം. അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ സെൻഡ് അനദർ കൗൺസിലർ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ടു ബി വിത്ത് യു ഫോർ എവർ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ആരെയാണ് അയച്ചു തരുന്നത്? ആർക്ക് വേണ്ടിയാണ് പിതാവിനോട് ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ അന്യഭാഷ അല്ലെങ്കിൽ രോഗശാന്തി വരം ഇതൊക്കെ ചോദിക്കുമെന്നല്ല, പിതാവിനോട് ചോദിക്കുമെന്നല്ല പറയുന്നത്. എന്താ ഞാൻ ചോദിക്കുന്നത്? എന്ത് ചോദിക്കും? ഞാൻ പിതാവിനോട് ചോദിക്കും, ആൻഡ് ഹീ വിൽ സെൻഡ് അനദർ കൗൺസിലർ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവിനെ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദ റിയൽ ഗിഫ്റ്റ്. ബാക്കിയുള്ളതൊക്കെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളവിടെ അത് കാണുന്നതാണ്. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും അവിടെ നമ്മളത് കാണുന്നുണ്ട്. 28 മുതൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ ഇത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ യു ആർ ഗോയിങ് ടു റിസീവ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുകയാണ്. യു ആർ ഗോയിങ് ടു റിസീവ് ഇറ്റ്. 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വേഴ്സ് 18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പിതാവും പുത്രനും 23-ാമത്തെ വാക്യത്തിൽ അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവ് പറയാണ്, ഞാൻ ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. എന്നാൽ കാര്യസ്ഥനെ അയച്ചു തരുന്നത് മാത്രമല്ല, ആ കാര്യസ്ഥൻ വന്നിട്ട് നിങ്ങളെ എൻ്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ശക്തിയുള്ളവനാക്കും. ശക്തിയുള്ളവനാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ, അതായത് പിതാവും പുത്രനും ഞങ്ങളെന്ന് പറയുമ്പോൾ, അപ്പോൾ ഓൾറെഡി ആര് വന്നു കഴിഞ്ഞു? ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരും കൂടെ വരുന്നു? പിതാവും പുത്രനും കൂടെ വരുന്നു. അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മിൽ വസിക്കുന്നത് ശരിക്കും ഹോളി സ്പിരിറ്റ് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മിൽ തൃത്വത്തിൻ്റെ മുഴുവൻ, ദ ഹോൾ ട്രിനിറ്റി ഈസ് ലിവിങ് ഇൻസൈഡ് us. ദ ഹോൾ ട്രിനിറ്റി നമ്മളിൽ കടന്നു വരികയാണ്. അപ്പോൾ ഈ മുഴു തൃത്വത്തിനും വന്നിരിക്കത്തക്ക രീതിയിൽ നമ്മളെ ഒരുക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 16-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. സോ
യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് കൃപാവരങ്ങളല്ല. യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് വെറുതെ അന്യഭാഷയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. അത് മാത്രമല്ല, അതല്ല, അത് പ്രകാശനങ്ങളാണ്. പക്ഷെ പ്രോമിസ് ചെയ്തിരിക്കുന്ന യഥാർത്ഥ പ്രോമിസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 28-ാം വാക്യത്തിൽ ഓടിക്കൂടിയ ആളുകളോട് പത്രോസ് പറയുന്ന കാര്യം, നിങ്ങൾ ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. ഇവരൊരു പക്ഷേ ഓടിക്കൂടിയത് അന്യഭാഷ കേട്ടിട്ടായിരിക്കും. പക്ഷെ അന്യഭാഷ കിട്ടുമെന്നല്ല അവരോട് പറയുന്നത്. എന്ത് കിട്ടുമെന്നാ? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ്. യഥാർത്ഥത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ആരും അന്യഭാഷ പ്രാപിക്കാനല്ല കാംക്ഷിക്കേണ്ടത്. എന്ത് പ്രാപിക്കാനാണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ നിങ്ങൾക്ക് പെന്തക്കോസ്ത് നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം അവർ കേട്ടു, റഷ് ഓഫ് എ മൈറ്റി വിൻഡ്. അതിനുശേഷം അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവരെന്ത് ചെയ്തു? അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ അവർ നിറഞ്ഞത് അന്യഭാഷകളിലല്ല, അവർ നിറഞ്ഞത് എന്തിലാണ്? പരിശുദ്ധാത്മാവിലാണ്. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പൊ എന്തോ നമ്മുടെ ഇടയിലുണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അന്യഭാഷ സംസാരിക്കുകയാണെന്നും, അല്ലെങ്കിൽ ഒരു പരിധിവരെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് അന്യഭാഷ പ്രാപിക്കുകയാണെന്ന് പോലും നമുക്ക് ഉള്ള ഒരു ചിന്തയുണ്ട്. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നീ അന്യഭാഷ പ്രാപിച്ചോന്ന്. നമ്മൾ പ്രാപിക്കുന്നത് അന്യഭാഷയല്ല, നമ്മൾ പ്രാപിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ പ്രകാശനമാണ്. വരങ്ങൾ എന്ന് പറയുന്നത് പ്രകാശനങ്ങളാണ്. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ആത്മാവ് വന്ന് നമ്മുടെ ഉള്ളിൽ കയറിയാൽ ആത്മാവിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൃപാവരങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത്. ഈ കൃപാവരങ്ങൾ നമുക്ക് പകുത്തു തരുന്നത് ദൈവമാണ്. ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് നമ്മുടെ വേദഭാഗത്തോടെ പറയുന്നു, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം ഇതാര് നമുക്ക് നൽകുന്നതാണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. it is God who is giving you the spirit. ആത്മാ വരങ്ങളെ പകുത്തു തരുന്നത് ദൈവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, പ്രഥമമായി നൽകിയിരിക്കുന്നത് നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കാൻ വേണ്ടിയല്ല. ഞാൻ എല്ലാ ദിവസവും അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആളാണ്, അത് വേറെ കാര്യം. പക്ഷേ ആത്മാവിനെ എനിക്ക് പ്രഥമമായി നൽകിയിരിക്കുന്നത് എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും. എന്നാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ പറഞ്ഞ വാക്യമാണ് ഇതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. മുകളിൽ പറഞ്ഞ വാക്യം എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്താ അതിൻ്റെ അർത്ഥം? കൽപ്പന കാക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനാണ് പ്രഥമമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോളിനെസ് മൂവ്മെന്റിന്റെ ക്യാമ്പ് മീറ്റിങ്ങുകളിലും മറ്റു ആളുകൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത്? അവർ പറഞ്ഞ ഇതാണ്, കർത്താവേ, ഞങ്ങൾക്ക് നല്ല ഉപദേശമുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ വേദപുസ്തകം 100% വിശ്വസിക്കുന്നവരാണ്, എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത് എന്നവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ശക്തി ഇല്ല. അപ്പോൾ ഒരു ഹോളി ഡോക്ട്രിൻ ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഒരു ഹോളി ലിവിങ്ങിന് പറ്റുന്ന ഒരു ഹോളി പവർ ഞങ്ങൾക്ക് വേണം. അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ സോ ദാറ്റ് യു മേ ലിവ് എ ഹോളി ലിവിങ് ആൻഡ് ഇറ്റ് ഈസ് ഹോളി പവർ. അതൊരു വിശുദ്ധ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വെറും ശക്തിയല്ല. എന്തിനുള്ള ശക്തിയാണ്?
ഹോളി ലിവിങ്ങിന് വേണ്ടിയുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. അതാണ് ഒന്നാമത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്ത്? അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമ്മളെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചല്ലോ. അവിടെ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ആരാണ്? യേശുവാണ്. ആ യേശു എന്ന സത്യത്തെ നമ്മൾ അറിയണം. പക്ഷെ യേശു എന്ന സത്യത്തെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ബിക്കോസ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവനിൽ ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും നിക്ഷേപങ്ങൾ എന്താണ്? ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദ മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗൂഢമായിരിക്കുന്നു. ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദ മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അവനെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ചൊന്നും വിശകലനം ചെയ്തൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും അക്ഷരമായിട്ട് വേദപുസ്തകം പഠിച്ചതുകൊണ്ടും യേശുവിനെ തിരിച്ചറിയാനുള്ള റാഷണലായിട്ടുള്ള യുക്തിപരമായി കുറച്ച് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടൊന്നും യേശുവിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിലേ പറ്റൂ. സത്യമായ യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ, കാര്യം അവനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ബിഗ്. ബിക്കോസ് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുകയാണ്. അൺടാപ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺടാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. അവനിലുള്ള ജ്ഞാനവും പരിജ്ഞാനവും എത്ര കൂടുതലാണെന്ന് നമുക്ക് അറിയാനേ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഒന്ന് റിസർവോയറിൽ എത്ര വെള്ളമുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ടാപ്പ് തുറന്നാൽ എത്ര വെള്ളം കിട്ടുമെന്നെങ്കിലും നമ്മൾ അറിയണമല്ലോ എന്നാണ് പൗലോസ് പറഞ്ഞത്. അതുപോലും നമുക്കറിയത്തില്ല. അതറിയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ സകല ജ്ഞാനവും പരിജ്ഞാനവും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആസ് ഹ്യൂമൻസ് വി ക്യാൻ നെവർ. അതിൻ്റെ ഒരു ചെറിയ കാണൊക്കെ നമുക്ക് പറ്റുള്ളൂ. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്നെക്കുറിച്ച് ഉള്ള അറിവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിൻ്റെ ബീയിങ്ങിൻ്റെ ആഴങ്ങളെ എന്നെ മനസ്സിലാക്കി തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെയൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ ബീയിങ്ങിൻ്റെ ആഴമൊന്നും നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. ഇല്ല കർത്താവ്, എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, ഞാൻ വളരെ പരിശ്രമിച്ച് അത് നീ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാനതെല്ലാം ഉൾക്കൊള്ളാം. കർത്താവ് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനെ സെയിൻറ്റ് അഗസ്റ്റിനൊരു കടത്തീരത്തോട് നടന്നപ്പോഴത്തേക്ക് 2 പിള്ളേർ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ കക്ക ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ല് കൊണ്ട് ഈ കടലിൻ്റെ സൈഡിൽ ഒരു വലിയൊരു കുഴി കുഴിച്ചു, ഒരു കിണർ. അപ്പം കുഴിച്ചിട്ട് ഈ കക്കായ്ക്കകത്ത് വെള്ളം കടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ കുഴിക്കകത്ത് ഒഴിക്കുക. പിന്നെ സെയിൻറ്റ് അഗസ്റ്റിൻ ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്യുക? ഞങ്ങൾ ഇവിടെ വലിയൊരു കിണർ, ഞങ്ങളുടെ ഒരു കിണർ കുഴിച്ചിരിക്കുകയാണ്, കൊച്ചു പിള്ളേരാണ്. എന്നിട്ട് നിങ്ങൾ എന്തീ കാണിക്കുന്നത്? ഞങ്ങൾ ഈ കടലിലെ വെള്ളം ഈ കക്കായ്ക്കകത്ത് കോരി ഇവിടെ കൊണ്ടൊഴിച്ച് ഈ കുഴി നിറയ്ക്കുകയാണ്. അങ്ങനെ കടൽ ഞങ്ങൾ വറ്റിക്കാൻ പോകുകയാണ്. കടലിലെ വെള്ളം കക്കായ്ക്കകത്ത് കോരി കുഴിയിലൊഴിച്ച് കടലിലെ മുഴുവൻ വെള്ളവും ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ കുഴിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല. കടൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഉടനെ കർത്താവ് അഗസ്റ്റിനോട് പറഞ്ഞു, അഗസ്റ്റിൻ, ഇതുപോലെയാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമായ എൻ്റെ ബീയിങ്ങിനെ നീ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ബുദ്ധിപരമായി നമുക്കൊരിക്കലും യേശുവിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. വേദത്തിൽ എഴുതിയിരിക്കുന്ന ലിറ്ററലായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. യേശുവിനെ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ആത്മാവിൽ മാത്രമേ യേശുവിനെ അറിയാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവനാണ് നിങ്ങളെ സകല സത്യങ്ങളിലേക്കും വഴി നടത്തുന്നത്. അപ്പോൾ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തിയാണ് ഒന്നാമത് പരിശുദ്ധാത്മാവ് നൽകുന്നത്. രണ്ടാമത് എന്താണ്? സത്യങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ സത്യത്തിലേക്കുള്ള വഴി നടത്താം. സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് ലോ മാത്രമല്ല അവിടുത്തെ വിഷയം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ലോ. പലപ്പോഴും ആളുകൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് സകല സത്യം എന്നുള്ള വാക്ക് നിങ്ങൾ ആലോചിക്കണം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ലോ. നിങ്ങൾ ഇവിടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ട്രിനലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ റിയൽ ട്രൂത്ത്സ്, ഇറ്റ് ഈസ് ജീസസ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ ജീസസ്, യു നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബിക്കോസ് യു കൻ നോ God only in spirit. You know why? Because God is spirit. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി നമുക്ക് ആത്മാവിൽ മാത്രമേ കഴിയൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ലാതെ എങ്ങനെയാ പിന്നെ നമ്മൾ ആത്മാവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്?
ആത്മാവിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു മീഡിയേറ്റർ വേണ്ടേ? അതാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ വന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കുമെന്നാണ്. അവൻ എൻ്റെ വാക്കുകളെ ഓർപ്പിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇഫ് യു ഹാവ് എ ക്ലോസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൽ പറയും, എടാ ഇക്കാര്യത്തെക്കുറിച്ച് യേശു എന്നാ പറഞ്ഞിരിക്കുന്നത് നിനക്കറിയത്തില്ലേ? യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തെ റിഫൈൻ ചെയ്യാനുള്ള പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. വി റിമെമ്പർ എക്സാക്ട്ലി. നമ്മളൊരു പാപത്തിലേക്ക് വീണ് പോവുകയോ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കും. എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലേ? യേശുവിൻ്റെ വാക്കുകൾ. അപ്പോഴാണ് പെട്ടെന്ന്, അയ്യോ ഞാനിപ്പോൾ അപകടം കാണിച്ചതിനെ മരുന്നില്ല, പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അവൻ വന്ന് എൻ്റെ വാക്കുകളെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ വാക്കുകളെ മാത്രമേ ഓർപ്പിക്കത്തുള്ളൂ. അതായത് ചിലപ്പോൾ ആളുകൾ പറയും, ആത്മാവ് എന്നോട് പറഞ്ഞു, യേശു അങ്ങനെ പറഞ്ഞോണ്ട് യേശു പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ യേശുവിൽ നിന്നല്ലാതെ മറ്റൊന്ന് പരിശുദ്ധാത്മാവ് എടുക്കുന്നില്ല. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, സ്നേഹാഗ്നിജ്വാലയായി പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, സ്നേഹാഗ്നിജ്വാലയായി പടരണമേ. ജീവജലത്തിൻ അരുവിയായൊഴുകണേ കർത്താവേ, നിന്ദാനമായി നൽകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, സ്നേഹാഗ്നിജ്വാലയായി പടരണമേ. ആത്മശക്തിയാൽ ചിറകടിച്ചുയരാൻ എന്നിൽ പകരുക നിൻ ജീവനെ. ആത്മശക്തിയാൽ ചിറകടിച്ചുയരാൻ എന്നിൽ പകരുക നിൻ ജീവനെ. ദേഹവും ദേഹിയും ആത്മാവും നിന്നിലാകട്ടെ, ശുദ്ധി ചെയ്യന്നേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, സ്നേഹാഗ്നിജ്വാലയായി പടരണമേ. സത്യത്തിനാത്മാവേ നിറയണേ എന്നിൽ, പാപിയാമെന്നെ കഴുകിയിടണേ. സത്യത്തിനാത്മാവേ
പരിശുദ്ധാത്മാവേ നിറയണേ എന്നിൽ പാപിയാമെന്നെ കഴുകിയിടണേ നേരുള്ള ഹൃദയം നൽകേണമേ ആത്മബലം നൽകി ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ സ്നേഹാഗ്നിജ്വാലയായി പടരേ